Hi, good morning, everybody. Good morning, good morning. കേൾക്കാമോ? Good morning, good morning. Okay, thank you very much. ഓക്കെ, നമുക്ക് ശരിക്കും നിങ്ങളെ കാണാൻ പറ്റുന്നില്ല എല്ലാവരെയും. അതുകൊണ്ട് നമുക്ക് നിങ്ങളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാറ്റിലൂടെയാണ്. സോ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരും നിങ്ങൾ എവിടെ നിന്നുകൊണ്ടാണ് ഈ ക്ലാസ് കേൾക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ഓക്കെ, ഹദീബ കോട്ടയം, താങ്ക് യു വെരി മച്ച്. ഫസീല മഞ്ചേരി, ഓക്കെ. ജംഷീർ, കുറെ ആൾക്കാരെ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? ശരിക്കും അതായത് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്? ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിച്ചാൽ മതി. എന്തിനാ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്? മാറ്റം ആഗ്രഹിച്ചിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? യെസ് ഓർ നോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ മാറ്റം ആഗ്രഹിച്ചിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്? അതായത് മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് നിന്നാണ് സംഭവിക്കുന്നത്. നിങ്ങൾ മാറ്റം ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങളിൽ അത് സംഭവിച്ചിരിക്കും. അതായത് മാറണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ എടുത്തിരിക്കുന്നത്. നമ്മളുടെ ഇന്റൻഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതായത് എനിക്ക് മാറണം എന്നുള്ള ഉദ്ദേശത്തിന് നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതില് കൂടുതൽ ആളുകളും മാറണം എന്നുള്ള രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളതെങ്കിൽ, കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ദൈവം ഹൃദയത്തിലേക്കാണ് നോക്കുക, നമ്മളുടെ ഇന്റൻഷനിലേക്കാണ് നോക്കുക, നമ്മളുടെ പ്രവൃത്തിയിലേക്കല്ല നോക്കുന്നത്. സോ മാറണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ വന്നിരിക്കുമ്പോൾ ദൈവം അത് കാണും, നമ്മൾക്ക് അത് നടപ്പിലാക്കി തരുകയും ചെയ്യും. അതല്ല ജസ്റ്റ് ഈ ക്ലാസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നത് കാണലാണ് നമ്മളുടെ ഉദ്ദേശമെങ്കിൽ ഈ ക്ലാസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നറിഞ്ഞിട്ട് നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. സോ മാറ്റം നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. കാരണം മാറണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ആക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്ത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിട്ട് നമ്മുടെ റിസൾട്ടിൽ അത് വരുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ചിന്ത, ഓരോ ചിന്തകളിൽ നിന്നും നമ്മളുടെ ബ്രെയിന്, നമുക്കിപ്പോ ഒരു സന്തോഷമുള്ള അവസ്ഥയിലാണെന്നിരിക്കട്ടെ, ആ സന്തോഷമുള്ള ചിന്ത നമ്മളിൽ വരുന്ന സമയത്ത് ആ ചിന്തക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആ ഹോർമോണ് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു നല്ല ഫീൽ നമുക്ക് തരുന്നു. ഒരു സന്തോഷമുള്ള ചിന്തയാണ് നമുക്കുള്ളതെങ്കിൽ ഒരു സന്തോഷമുള്ള അനുഭവം നമ്മൾക്കുണ്ടാവുന്നു.
അതേപോലെ തന്നെയാണ് ഒരു സങ്കടമുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ചിന്തക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഹോർമോണുകൾ നമ്മുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മളുടെ അനുഭവം അത്തരത്തിലുള്ളതായി മാറുന്നു. അപ്പൊ നമ്മുടെ ചിന്തയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ വിധി വരുന്നത്. നമ്മൾ എത്തരത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രാധാന്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരേണ്ടത്. സോ അങ്ങനെ നമ്മളെ മനസ്സിനെ മാറ്റുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയാണ് നമ്മളുടെ മനസ്സ് രൂപപ്പെട്ടത് എന്നത് നമ്മൾ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മളുടെ മനസ്സ് രൂപപ്പെട്ടത്? അതായത് നമ്മള് നമ്മുടെ ഉമ്മയുടെ അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയം മുതൽ തന്നെ നമ്മളുടെ മനസ്സ് രൂപപ്പെട്ടു വരുന്നുണ്ട്. അമ്മ അറിയുന്ന ഓരോ വേദനകളും, അതായത് അമ്മയുടെ മനസ്സിലൂടെ വേദനയുടെ ഒരു ചിന്ത ഉണ്ടാവുമ്പോ തന്നെ, വേദനിപ്പിക്കുന്ന ഒരു ചിന്ത അമ്മയുടെ മനസ്സിൽ ഉണ്ടാവുമ്പോ തന്നെ അമ്മയുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അമ്മക്ക് ആ ഒരു സങ്കടത്തിന്റെ, വേദനയുടെ അനുഭവം ഉണ്ടാവുന്നുണ്ട്. ഈവൺ അത് സന്തോഷമാണെങ്കിൽ, സന്തോഷത്തിന്റെ ചിന്തയാണ് വന്നതെങ്കിൽ ആ സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോൺ അമ്മയുടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് സന്തോഷമുള്ള അനുഭവം കിട്ടുന്നുണ്ട്. അമ്മയ്ക്ക് ദേഷ്യത്തിന്റെ ഒരു ചിന്തയാണ് മനസ്സിലൂടെ കടന്നു പോകുന്നതെങ്കിൽ ആ ദേഷ്യം ഉണ്ടാവുന്ന അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ചിന്തയിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. നമ്മളുടെ മനസ്സ് രൂപപ്പെട്ടത് ഞാൻ പറഞ്ഞു, രൂപപ്പെട്ട് തുടങ്ങുന്നത് തന്നെ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയം മുതലാണ്. അപ്പോ അവിടെ മുതൽ നമ്മുടെ മനസ്സ് രൂപപ്പെട്ടു വന്ന് നമ്മള് പിന്നീട് നമ്മൾ ജനിച്ചു. നമ്മുടെ ചുറ്റുപാടുകൾക്ക് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്നതിൽ നല്ല സ്വാധീനമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു കൾച്ചർ, ഇവിടുത്തെ ഒരു ജീവിത രീതി, ഇവിടെ ആളുകൾ എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നതിനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ മനസ്സ് രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മൾ വല്ല ആദിവാസി കോളനിയിലോ മറ്റോ ആണ് ജനിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സ് ഇങ്ങനെ ആയിരിക്കില്ല. അവിടെയുള്ള ആളുകൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത രീതിക്കനുസരിച്ചിട്ട് അവരുടെ വിധിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് കൺട്രിയിലൊക്കെ ജനിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ബ്രിട്ടനില്, അമേരിക്കയില് ഒക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിന്താരീതി നമ്മളുടെ ചിന്താരീതിയിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോ നമ്മുടെ ചിന്തകളാണ് ശരിക്കും നമ്മളുടെ വിധി നിർണയിക്കുന്നത് എന്നർത്ഥം. നമ്മളുടെ മനസ്സിനെ മാറ്റുക എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്? നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? മനസ്സെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു ടൂളാണ്. യഥാർത്ഥത്തില് ആ ടൂള് നമ്മൾ ഉപയോഗിക്കുകയാണോ അതല്ല ആ ടൂള് നമ്മളെ ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത്? പറഞ്ഞത് മനസ്സിലായോ? അതായത് മനസ്സെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനുള്ള ഒന്നാണ്. ആ മനസ്സ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണോ ചെയ്യുന്നത് അതല്ല മനസ്സ് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിലപ്പോ എന്തെങ്കിലും വിഷമം പിടിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് ചിന്തിക്കുന്നത് എന്നാണ്, അല്ലെ? എന്നാൽ നമ്മളാണോ പലപ്പോഴും ചിന്തിക്കുന്നത്? നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു മനസ്സ്? നമുക്ക് വേണ്ട കാര്യങ്ങൾ ചിന്തിച്ചിട്ട് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാനാണ് നമുക്ക് മനസ്സുള്ളത്. എന്നാൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? മനസ്സ് നമുക്ക് ഓരോ ചിന്തകൾ അങ്ങനെ ഇട്ട് തരും. നമ്മള് അതനുസരിച്ചിട്ട് അതിന്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അല്ലെ?
നമുക്കൊരു ചെറിയ എക്സസൈസ് തരാം. കാരണം ഇത് ഒരുപാട് ഇൻഫർമേഷൻ തരിക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രാക്ടിക്കൽ ലെവലിൽ തന്നെ നമുക്ക് മൂവ് ചെയ്യാം. സോ എല്ലാവരും കണ്ണുകള് അടച്ചിട്ട് ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ അറിയണ്ടേ. നമ്മൾ മനസ്സിനെ മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സ് നിലവിൽ എങ്ങനെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. സോ എല്ലാവരും കണ്ണുകൾ അടച്ച് കുറച്ച് സമയം എന്താണ് തൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കാണാം. അതായത് എന്താണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാവരും ഈ എക്സസൈസ് ചെയ്യണം. ഈ സമയത്ത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിൽ സ്ക്രോൾ ചെയ്ത് നോക്കരുത്. കാരണം മറ്റുള്ളവർ എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു എന്ന് നോക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇത്രയും കാലം നമ്മൾ മൂവ് ചെയ്തത്, അല്ലെ? അതുകൊണ്ട് അത് തന്നെയാണ് നമ്മുടെ അശാന്തിക്കും അസംതൃപ്തിക്കും ഒക്കെ കാരണമായിട്ടുള്ളത്. ശരിക്കും നമ്മൾ നമ്മളിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ സമാധാനം വന്ന് തുടങ്ങുന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും കണ്ണുകൾ അടച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് നോക്കി നിൽക്കുക, എന്താണ് എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കണ്ണുകൾ അടച്ചോളൂ, എന്നിട്ടൊന്ന് നോക്കാം.
ഓക്കെ, സാവധാനം നിങ്ങളുടെ കണ്ണുകൾ ഓപ്പൺ ചെയ്യാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, എന്താണോ നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ, അതിനെ നിരീക്ഷിക്കാനാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? നിങ്ങൾക്ക് എന്താണ് ശരിക്കും മനസ്സിലായത്? അതായത് നമ്മളുടെ മനസ്സിനെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ശരിക്കും നമ്മുടെ മനസ്സിനെ നമുക്ക് തന്നിട്ടുള്ളത്. ശരിക്കും ആ മനസ്സിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണോ ചെയ്യുന്നത്, അതല്ല മനസ്സ് നമ്മളിലേക്ക് അങ്ങനെ ചിന്തകൾ ഇട്ട് തരികയാണോ ചെയ്തത്? എന്താണ് സംഭവിക്കുന്നത് അർത്ഥത്തിൽ? നിങ്ങൾക്ക് പറയാനുള്ള പ്രയാസമുണ്ട്, നമ്മൾ ഓൺലൈനിലാണ്. പക്ഷെ എന്നാൽ പോലും ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്കകത്തേക്കുള്ള ക്വസ്റ്റ്യനുകളാണ്. അതായത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിന് തോന്നിയ പോലുള്ള ചിന്തകൾ നമുക്ക് അങ്ങനെ ഇട്ടുകൊണ്ട് തന്നിരിക്കുന്നു, അല്ലെ? ആ ചിന്തകൾക്കനുസരിച്ചിട്ട് നമ്മുടെ ഫീലിങ്സ് രൂപപ്പെടും, അല്ലെ? ആ ചിന്തകൾക്കനുസരിച്ചിട്ട് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കും. അത് നമുക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ ശരിക്കും നമ്മുടെ മനസ്സിനെ കുറിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോ ഈ ഒരു പ്രാക്ടീസ് ഡെയിലി നിങ്ങൾ ചെയ്യുക. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ജന്മത്തെ, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന വർഗത്തെ ശരിക്കും ദൈവം ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. മനുഷ്യനെ ദൈവം ആദരിച്ചിരിക്കുന്നു എന്നുള്ളത്. അതായത് നമുക്ക് അത്രയും പവർ ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ചിന്തിക്കാനും ആ ചിന്ത അനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് വേണ്ടത് നേടിയെടുക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രം തന്നിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് അല്ലാതെ ആരെങ്കിലും പോയിട്ട് നമ്മൾ ആദരിക്കോ? ഇല്ലല്ലോ. കാരണം അത്രയും പവർ നമ്മളിൽ നൽകിക്കൊണ്ടാണ് ദൈവം നമ്മൾ ആദരിച്ചിരിക്കുന്നത്. സോ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ കുട്ടിക്കാലം മുതൽ, അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയം മുതൽ ഉള്ള ഓരോ സംഗതികളും നമ്മുടെ ഓർമ്മ ബാങ്കിലുണ്ട്, അല്ലെ? അതിൽ നിന്ന് എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഫോർ എക്സാമ്പിൾ ChatGPT, അല്ലെ? ChatGPT നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി പറയണം. നമ്മൾ ഓൾറെഡി അതിലേക്ക് ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആൻസർ അത് തരുന്നു, അല്ലെ? അല്ലാതെ ChatGPTക്ക് വേറെ പ്രത്യേകതയൊന്നുമില്ല. ഓൾറെഡി അതിലേക്ക് ഇൻപുട്ട് കയറ്റിയിട്ടുണ്ട്. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിലേക്ക് അത് എത്തുന്നു. അതല്ലേ സംഭവിക്കുന്നത്? അതേപോലെ തന്നെ നമ്മളിലേക്ക് ഒരുപാട് ഓർമ്മകൾ കയറിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ആ ഓർമ്മ ബാങ്കിലാണ് എന്ത് ചെയ്യുന്നത്? തിരയുന്നത്. സോ വീണ്ടും ആ പഴയ ചിന്തകൾ തന്നെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവുക? നമ്മൾ പറഞ്ഞു, നമ്മുടെ ലൈഫിൽ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരണം എന്നുള്ളത്. നമുക്ക് വേണ്ട രീതിയിൽ നമ്മളെ ചിന്തയെ തിരഞ്ഞെടുക്കാനും എന്താണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചിന്തിക്കാനും പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടായിരിക്കുക. സോ ഈ ചിന്തയെ നിരീക്ഷിക്കുന്ന പ്രോസസ്സ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കൊരു ചെറിയ ഒരു റിലാക്സേഷൻ ചെയ്യാം. സോ എല്ലാവരും കണ്ണുകൾ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു ഇൻസ്ട്രക്ഷൻ തരാം. അതായത് ചെയ്യേണ്ടത്, കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മൾ മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് ദീർഘമായിട്ട് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് വിടുന്നത് വായിലൂടെയാണ്. അതായത് കുറച്ച് 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 പിടിച്ച് 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 നമ്മൾ എന്ത് ചെയ്യുക? ശ്വാസം പുറത്തേക്ക് വായിലൂടെ അങ്ങനെ പുറത്തേക്ക് വിടാം. അപ്പോ എന്താണ് ആ സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ നിരീക്ഷിക്കാം. നിങ്ങൾ കൂളാവുന്നുണ്ടോ? നിങ്ങൾക്ക് റിലാക്സേഷൻ വരുന്നുണ്ടോ? നിങ്ങളുടെ സ്ട്രെസ് റിലീസായി പോകുന്നുണ്ടോ? ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ തന്നെ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മനസ്സിലായിട്ടാണ് റെഡി ആണെന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക.
നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് മാത്രം. നമ്മളിലേക്ക് നമ്മുടെ ശ്രദ്ധ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ എപ്പോഴും മറ്റുള്ളവരിലേക്കാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. സുദീർഘവും ശാന്തവുമായിട്ടുള്ള രീതിയിൽ ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക് എടുക്കുക. ശ്വാസം വായിലൂടെ കുറേശ്ശെയായിട്ട് നിങ്ങൾ പുറത്തേക്ക് വിടുന്ന സമയത്ത് ഓരോ ശ്വാസത്തിന്റെ ഓരോ അണുവും നിങ്ങൾ അറിയണം. അങ്ങനെ കുറേശ്ശെ വായിലൂടെ പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം മൂക്കിലൂടെ അകത്തേക്ക്, ദീർഘശ്വാസം മൂക്കിലൂടെ അകത്തേക്ക്. ശ്വാസം പൂർണ്ണമായും വായിലൂടെ പുറത്തേക്ക്. വീണ്ടും ശ്വാസം അകത്തേക്ക്, ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക്. നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ നിരീക്ഷിക്കുക. വീണ്ടും ശ്വാസം പൂർണ്ണമായും മൂക്കിലൂടെ അകത്തേക്ക്, വായിലൂടെ പുറത്തേക്ക്. ഒരു 3-4-5 പ്രാവശ്യം കൂടെ ഇതേപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി സാവധാനം നമ്മളുടെ കണ്ണുകൾ തുറക്കാൻ ആരംഭിക്കാം. ഹൗ ഡു യു ഫീൽ? ഗുഡ് ഫീൽ ആണോ? യെസ്, ഗുഡ് ഫീൽ ആണ്. ഓക്കെ. അപ്പോ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയാണ്, നമ്മളുടെ ലൈഫിന് മാറ്റം വരണോ? തീർച്ചയായിട്ടും നമ്മൾ നമ്മളിലേക്കൊന്ന് ഫോക്കസ് ചെയ്യണം. ഇത്രയും കാലം നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവരിലാണ്. അവരെന്ത് ചിന്തിക്കും, അവരെന്ത് പറയും, അല്ലെ? എപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് നിർത്തിയിട്ട് എന്ന് നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുന്നോ അന്ന് മുതൽ നമ്മുടെ ലൈഫ് മാറാൻ തുടങ്ങും. സോ ഈ ഒരു പ്രാക്ടീസ്, ഇതൊരു 21 ദിവസത്തെ കോഴ്സാണ്. തീർച്ചയായിട്ടും എല്ലാ ദിവസവും നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് ലൈവ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയത്? ജസ്റ്റ് കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇൻഫർമേഷൻ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ഗൂഗിളിലും പുസ്തകങ്ങളിലെല്ലാം ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ മാറ്റിമറിക്കുന്നില്ല. നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ബ്രെയിനിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മളുടെ ചിന്തകൾ വരുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് സംഭവിക്കുകയും നമ്മുടെ റിസൾട്ട്, നമ്മുടെ ലൈഫ് മാറി വരികയും ചെയ്യാം. സോ ഇന്ന് കിട്ടിയ കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം ഇതെന്താണിത് പറയുന്നത്, ഇത് അങ്ങനെയാണോ, ഇതിങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ്, ഈ ഒരു ചിന്ത, ഈ ഒരു മനനം നിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുക. സോ എല്ലാവരും എന്താണ് നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു സെഷനിൽ നിന്ന് കിട്ടിയത് എന്നുള്ളത് ജസ്റ്റ് ഒരു വോയിസ് നോട്ടായിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റിംഗ് ആയിട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യണം. കുറച്ച് സമയത്തേക്ക് നമ്മുടെ ഗ്രൂപ്പ് ലൈവ് ആയിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ സെഷൻ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.